നമ്മൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അന്നത്തെ ഒരു ദിവസം ഫുള്ളിരുന്ന് ചെയ്ത് എന്നിട്ടും നടക്കൂല ആയപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനി വല്ല ഡിഫറൻസ് വരണമെങ്കിൽ നമ്മൾ ഇന്നിനിപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നാളെ കാലത്ത് ഒരു ഡിഫറൻറ്റ് ട്യൂണുമായിട്ട് ഇങ്ങോട്ട് വരാം, അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കാം. അത് മതി, നമുക്ക് തിരക്കൊന്നുമില്ല, ഇത് നന്നായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ സ്കൂട്ടറിലാണ് ഞാനിങ്ങനെ പോണ്ട് സ്വതസിദ്ധമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ കമ്പോസിങ്ങിനെ പറ്റി എന്തൊക്കെയോ. പുള്ളി ഒന്നും മിണ്ടണില്ല, ചേട്ടൻ പുറകെ നിന്നിട്ട് ഒന്നും മിണ്ടണില്ല. ചേട്ടൻ വീട്ടിൽ വന്നു, ചേട്ടനൊന്നും മിണ്ടാണ്ട് അങ്ങോട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ കിടന്നുറങ്ങുകയും ചെയ്തു. ചേട്ടൻ പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് വന്നു, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്തുപറ്റി? ഇന്ന് അവർക്ക് കൊടുക്കേണ്ട ഡിഫറൻസ് എന്താണെന്ന് ഇങ്ങനെ ഏത് രാഗത്തിൽ കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കൊരു ഐഡിയ കിട്ടി. അതെന്താണ്? അപ്പോൾ പുള്ളി പറഞ്ഞ്, അപ്പോൾ എൻ്റെ വീട്ടിലാണ്, എന്നിട്ട് പറഞ്ഞ് നമ്മുടെ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് കുഴമ്പൊക്കെ പുരട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ ഒരു രാഗം മൂളുമായിരുന്നു. അന്ന് ഈ രാഗം എന്താണെന്ന് നമുക്കൊന്നും അറിയാൻ പാടില്ല. പിന്നീട് കുറേയൊക്കെ വളർന്നപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് അപ്പച്ചൻ അന്ന് മൂളിയിരുന്ന രാഗം അത് സ്വതസിദ്ധമായിട്ട് ഇങ്ങനെ വരുന്ന ചില ആലാപുകളൊക്കെയാണ് മൂളുന്നത്, എന്നിട്ട് പാട്ടൊന്നുമല്ല. അപ്പോൾ ദേശ് രാഗമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു രാഗമായിരുന്നു ദേശ്. നമുക്കൊരു കാര്യം ചെയ്യാം, ദേശിൽ പിടിക്കാം ഈ പാട്ട്, നമ്മളാ പിടിക്കാം. ദേശാകുമ്പോഴത്തേക്കും നമുക്ക് അറിയാവുന്ന 2 പാട്ടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശംഖുപുഷ്പം കണ്ണെഴുതി, വളരെ ചെറുപ്പത്തിലെ ദേവരാം മാസ്റ്ററുടെ പാട്ട് കേട്ടിട്ടുള്ളതാണ്, അത് ദേശാണെന്നറിയാം. പിന്നെ ബാബുക്കട തന്നെ ഒരു പാട്ട് ഒരു പുഷ്പം മാത്രം. ഈ രണ്ടുമാണ് എനിക്ക് ദേശ്. വേറെ ദേശമൊന്നും ഞാൻ അതിനകത്ത് കീർത്തനം പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നാൽ നീ ഒരു ട്യൂൺ ഇട് എന്നുള്ളത്തേക്ക് ഞാൻ ഈ ഒരു പുഷ്പം പോലെ ഒരു ഒഴുകിയ ഒരു ട്യൂൺ ബേസിൽ ഇങ്ങനെ കൊടുത്ത്. അപ്പോൾ അത് വേണ്ട, അതൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ദേശം എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ട സാധനങ്ങളല്ലേ, നമ്മൾ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി വേണ്ടേ. ഒരു കാര്യം ചെയ്യും, മോളിൽ നിന്ന് ഈ ട്യൂൺ തന്നെ മോളിൽ നിന്ന് പിടിക്കുക. അപ്പോൾ ഞാൻ ഉടനെ മോളിൽ നിന്ന് ഇങ്ങനെ ദേശിനൊരു ഒഴുക്കുള്ള ട്യൂണായിരിക്കും മിക്കവാറും കേൾക്കുന്നത്, കട്ട് ട്യൂണുകൾ വളരെ കുറവാണ്. അപ്പോൾ ഞാനിത് തന്നെ താനേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ട്യൂൺ മൂളി. അപ്പോൾ പറഞ്ഞാൽ അതും ഒരു ഡിഫറൻസ് ഒന്നും അവർക്ക് തോന്നില്ല, ഒരു സാധാ ട്യൂണായിട്ട് തോന്നുള്ളൂ. നീ പറഞ്ഞിട്ട് ഈ ട്യൂൺ തന്നെ ഒന്ന് കട്ട് ചെയ്തേ. ഞാൻ പറഞ്ഞത് എങ്ങനെ കട്ട് ചെയ്യും? ആ ട്യൂണൊന്നുകൊണ്ട് മൂളിക്കേ. അപ്പോൾ അതിന് മൂളി. അപ്പോൾ പുള്ളി കട്ട് ചെയ്ത് കാണിച്ചെന്ന് തനീ നീ, അപ്പോൾ ഒരു കട്ടായി. തീനീ നീന അടുത്ത കട്ട്, താനി തീനി അടുത്ത കട്ട്, താനിനെ തനിനെ. ഈ സെയിം ട്യൂൺ തന്നെ 6 കട്ട് ചെയ്തു. അപ്പോൾ കൊള്ളാം, ഞാൻ പറഞ്ഞത് സംഗതി കൊള്ളാം. പക്ഷേ ഇവർക്കിത് ഇഷ്ടപ്പെടും ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ കട്ട് വരുന്നത്. അത് നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത് പണിയെ നമ്മുടെ പണിയല്ലേ ഇത്. അന്ന് ശരി. പക്ഷേ അത് അങ്ങോട്ട് തുടങ്ങിയാലും നമ്മൾ തീരണത് അറിഞ്ഞില്ല. ടകടക്ക ഏതോ ഒരു സന്തോഷം കിട്ടി. ദേശമാണ് അപ്പച്ചൻ്റെ ആത്മാവ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വരില്ല. അങ്ങനെ തകയെന്ന് തീർന്ന് നമ്മൾ ഉദ്ദേശിച്ചാലും മുമ്പ് അവിടെ ഹോട്ടലിലെത്തി. പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിഫറൻസ് ഇതാണെന്ന് നോക്കുന്നു എന്നിട്ട് ഈ ട്യൂണാണ് കേൾപ്പിച്ച് കൊടുത്തു. ട്യൂൺ കേൾപ്പിച്ചപ്പോഴത്തേക്കും ഇത് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് ഹിന്ദുസ്ഥാനി രാഗമായിരുന്നല്ലേ എന്ന്. അതാണ്, ഞങ്ങൾ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞില്ല, നമുക്ക് ആ കാര്യം അത്ര അങ്ങോട്ട് പോയില്ല, അത് പറഞ്ഞാൽ പോരായിരുന്നു, നമ്മൾ പിന്നെ കർണാട്ടിക്ക് പിടിച്ച് കഷ്ടപ്പെടില്ലായിരുന്ന എന്ന് പറഞ്ഞു. നമുക്കിത് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ കുഞ്ചാക്കോ ബോബനാണല്ലോ, കുഞ്ചാക്കോ ബോബൻ വന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്ന് എല്ലാവർക്കും ഈ ട്യൂണും മറ്റുള്ള ട്യൂണുകളെല്ലാം കേൾപ്പിച്ച് ഹോട്ടലിലിരുന്ന് തന്നെ. എന്നിട്ട് രമേശൻ നായപ്പോൾ ഗിരീഷ് പോലെ തന്നെ വേറൊരു ജീനിയസാണല്ലോ, അദ്ദേഹം മാറിയിരുന്ന് പിറ്റേ ദിവസം വെളുപ്പിനെ ഈ ട്യൂൺ റെഡിയാക്കി. അപ്പോൾ ഇതിന് രണ്ട് സ്വഭാവം വേണം. ഒരെണ്ണം ഒരു സെമി ക്ലാസിക്കൽ എസ് ജാനകി പാടുന്നൊരു വേർഷൻ വേണം, പിന്നെ ദാസിയേട്ടൻ ചിത്രങ്ങൾ പാടുന്ന ഒരു ചെറിയൊരു മോഡേൺ വേർഷൻ വേണം. അതെല്ലാം ഓക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒന്നെന്ന് പറഞ്ഞാൽ ജാനി അമ്മയെ കൊണ്ട് പാടിക്കാനോ ദാസിയേട്ടനെ കൊണ്ട് ചിത്രയെ കൊണ്ട് പാടിക്കാനോ ഒന്നും ഞങ്ങൾ പോയില്ല എന്നുള്ളതാണ്. എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേറെയും അതിൻ്റെ അകത്ത് 6ാമത്തെ പാട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു, അവർക്ക് ഷൂട്ടിങ്ങിന് പാട്ടുകൾ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ജോണി സാഗരേറ്റിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മ്യൂസിക് എടുത്ത സോങ് പ്രൊഡ്യൂസർ, അദ്ദേഹം ഇതിൻ്റെ ട്രാക്കുമായിട്ട് അന്ന് ഏടായിട്ടിലാണ് ചെയ്യണത്. ട്രാക്കുമായിട്ട് പോയിട്ട് ദാസിയേട്ടൻ്റെ സ്റ്റുഡിയോയിലും ചിത്രയുടെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഇതൊക്കെ പാടിച്ചു കൊണ്ടുവന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ ഗാനഗന്ധർവനും വാനമ്പാടിയൊക്കെ അല്ലേ, കേൾക്കുമ്പോൾ തന്നെ ലിറിക്കും ട്യൂണും കേൾക്കുമ്പോൾ അവർക്ക് എൻ്റെ ഫീൽ മനസ്സിലാകും. അതിൻ്റെ മുകളിലേക്കൊന്നും ചെയ്യാനില്ല. വളരെ അപൂർവമായിട്ട് മാത്രം ചിലപ്പോൾ ചിത്ര വിളിക്കും, ഞാനിങ്ങനെ പാടിയേക്കണം, അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം. അവർ ഒരു മാറ്റം വരുത്തണ്ട, കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. അപ്പോൾ അതാണ് അവരുടെയൊക്കെ ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ, മ്യൂസിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നമുക്ക് ഇത് ഞാൻ പാടുന്നത് അതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ സ്റ്റൈലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റേതായിട്ടുള്ളൊരു വിധത്തിൽ വരുള്ളൂ. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ കുറച്ച് സ്വരങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പാടാം. മയില പറന്നുവാ മഴവില്ല് തോൽക്കുമെൻ അഴകേ,
കനിവായി പൊഴിഞ്ഞു താ മണിപ്പീലിയൊന്നു നീ അരികെ ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയൂ മാ പാനി നീ സനി സാ സാ നി സരി നീത മ പനി സനി സാ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും നിസരി നീത പനിത പമകരി മക സനി സാ മയിലായി ഓ മയിലായി പറന്നുവ മഴവില്ല് തോൽക്കുമെൻ അഴകേ ആ സരി സരി മ പ മ പനി സ സരി മ പനി സരി മ രി മ പനി പനി സ രി മ പനി സരി നി സരി മ ഗരി പ മ ഗരി പനി ദ പരി മ ഗരി പനി ദ നി സരി മ പനി സരി നി ദ പനി സ മ പനി സരി മ പനി സ സരി മ പ മുകിലുകൾ മേയും മാമഴക്കുന്നിൽ തളിരണിയും മയിൽ പീലിക്കാവിൽ മുകിലുകൾ മേയും മാമഴക്കുന്നിൽ തളിരണിയും മയിൽ പീലിക്കാവിൽ കാതരമീ കളിവീണമീട്ടി തേടിയലഞ്ഞു നിന്നെ ഞാൻ വരൂ വരൂ വരതേ തരുമോരു നിമിഷം മയിലായി ഓ മയിലായി പറന്നുവ മഴവില്ല് തോൽക്കുമെൻ അഴകെ കനിവായി പൊഴിഞ്ഞു താ മണിപ്പീലിയൊന്നു നീ അരികെ. കൊട്ടാരമായിട്ടിലെ അപ്പൂട്ടൻ എന്നുള്ള സിനിമ ഞങ്ങൾക്ക് കിട്ടാനുള്ള കാരണം രാജസേനൻ്റെ ആദ്യത്തെ പടം നന്നായി വിജയിച്ചു. അതിലെ പാട്ടുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറാണ്, ഒരു ഗായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഞങ്ങളുടെ പൾസ് മനസ്സിലായി. ഞങ്ങൾ തമ്മിലൊരു നല്ലൊരു വേവ് ലെങ്തായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് അടുത്ത പടം ആര് ചെയ്യണം എന്നുള്ളൊരു ഒരു സംശയമില്ലായിരുന്നു. ഞങ്ങളെ വിളിച്ചു. ഞങ്ങളും രമേശൻ നായരും കൂടി അവിടെ ചെന്നു. ആദ്യം സിറ്റുവേഷനൊക്കെ തന്നു, തിരിച്ചു വന്നു, കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടാക്കി. പിന്നെയും ചെന്നിട്ട് ഒരു പാട്ട്, ഒരു ഫോക്ക് സോങ് പാടി കേൾപ്പിച്ചു. ഒരു ഫോക്ക് സോങ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ കൊണ്ട് 2-3 മിനിമം കേൾപ്പിക്കും. അങ്ങനെ അത് ചെയ്തു. അതിലത് ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ വേറെ ദാസേട്ടൻ പാടി എൻ്റെ മൗന എന്നുള്ള പാട്ടിൻ്റെ ഒരു ധർമ്മവതി രാഗത്തിലുള്ള ഒരു റൊമാൻറ്റിക് സോങ്, അതും കേൾപ്പിച്ചു. അതെല്ലാം ഓക്കെ. പിന്നെയാണ് ആവണി പൊന്നുഞ്ഞാലിൻ്റെ. സത്യം പറഞ്ഞാൽ ആവണി പൊന്നുഞ്ഞാലിന് ഈ ട്യൂണല്ലാണ്ട് വേറെ ട്യൂൺ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇഷ്ടംപോലെ വർക്കല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വേറെ ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് വന്നത്. എന്നിട്ട് തുടക്കം തന്നെ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പം തന്നെ ഈ ട്യൂണങ്ങ് മൂളി. താനിന താനി താനി താരന്ന താനിന താനിനേ താനിന. അപ്പം രമേശൻ നായരുടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട്. ഇദ്ദേഹം ഇങ്ങനെ കണ്ണുകളിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അതേ ടിപ്പിക്കൽ പാറ്റേൺ തന്നെയാണ് ഇവർ തന്നേക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പുള്ളി ഞങ്ങളങ്ങോട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പോയില്ല. പുള്ളി പറഞ്ഞു എനിക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കിതാണ് ഈ സിറ്റുവേഷനിലെ ട്യൂൺ എന്ന് പറഞ്ഞ്. അത് മതി, രമേശൻ നായർ ഇത് വേഗം അവരുടെ അടുത്ത് റെക്കോർഡ് ചെയ്തെടുത്തോ, എന്നിട്ട് നിങ്ങൾ അവിടെ പോയിരുന്നെന്ന് വെച്ചാൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുഴുവൻ ഇത് ട്യൂൺ മൊത്തം പാടിങ്ങോട്ട് കേൾപ്പിച്ച് പുള്ളിക്ക് വളരെ ഹാപ്പിയായി. എന്നെ 2-3 പ്രാവശ്യമൊക്കെ പാടിച്ചു എന്നെ ചേട്ടനെ കൊണ്ട്. ഞങ്ങളൊക്കെ പാടി സന്തോഷമായി. എന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾ റീറെക്കോർഡിങ് ചെയ്തിട്ടുണ്ടോ പടത്തിൻ്റെ? പറഞ്ഞ് ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്താ ചെയ്യാത്തത്? നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മൾ ചെയ്ത പാട്ടുകളുടെയൊക്കെ പ്രൊഡ്യൂസറോ ഡയറക്ടറോടൊക്കെ ചോദിക്കാറുണ്ട്. ഈ പടത്തിൻ്റെ റീറെക്കോർഡിങ് ഞങ്ങൾ ചെയ്തോളാം, ഈ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയില്ലേ, ഇനി നമുക്ക് ചെയ്യാം, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും പറയും നിങ്ങൾ ഒന്നാമത്തെ പടം ഏതാ ചെയ്തേക്കണേ? ഒന്നാമത്തെ പടം ചെയ്തിട്ടില്ല, ഇത് ചെയ്താൽ അതായിരിക്കും ഒന്നാമത്തെ പടം. നിങ്ങൾ ഒന്നാമത്തെ പടം വേറെ ചെയ്യും, എന്നിട്ട് നമുക്ക് അടുത്ത പടത്തിൽ നമുക്ക് റീറെക്കോർഡിങ് തരാമെന്ന് പറയും. അപ്പോൾ ഈ റീറെക്കോർഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സാങ്കേതികത്വം കൂടി വേണം. പാട്ടുണ്ടാക്കുമ്പോൾ ഒരു സാങ്കേതികത്വം ഇല്ലെങ്കിൽ അറിയാത്തൊരു ട്യൂൺ വന്നിട്ടുണ്ടെങ്കിൽ അതിന്മേൽ ലിറിക്കൊക്കെ വന്നുമ്പോഴത്തേക്ക് അത് പാട്ടായി.
അത് ഇതങ്ങനെയല്ല, ഇതൊരു മെഷർമെൻറ്റ് വേണം. പിന്നെ പാശ്ചാത്യ സംഗീതമാണ്, അതായത് ഒരു പാട്ട് പിന്നെ അടുത്ത പാട്ട്, ഇതിനിടയ്ക്കുള്ള സ്പേസിൽ വരുന്ന സിനിമയിൽ വരുന്ന വികാരങ്ങളെ മ്യൂസിക് കൊണ്ട് കയറ്റുക, അതാണ് പാശ്ചാത്യ സംഗീതം. അതിൻ്റെ മറ്റൊരു പേരാണ് റീ റെക്കോർഡിങ്. അപ്പോൾ അങ്ങനെയാണ് റീ റെക്കോർഡിങ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്ക് ചെയ്യാം, തന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ തന്നിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ റീ റെക്കോർഡിങ് ആയിരിക്കും കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ ചെയ്യാൻ പോണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ പാട്ടും ചെയ്തു, റീ റെക്കോർഡിങ് ചെയ്ത്, പടം 150 ദിവസം ഓടി, ഇപ്പോഴും പാട്ടുകളൊക്കെ ഹിറ്റ്. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്തുള്ള പല റീ റെക്കോർഡിങ് പറ്റിയുള്ള ആളുകൾക്ക് വലിയ ഇഷ്ടമാണെന്ന്. അപ്പോൾ നമ്മൾക്ക് ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഫിലിമിലൊരു സീക്വൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മെലഡി വരിക എന്നുള്ളതാണ്. അത് മറ്റേ നേരത്തെ കർണാട്ടിക് വലിയൊരു വിദഗ്ധൻ ഭാഗവതർ പറഞ്ഞ പോലെ അതൊരു സ്കില്ലാണ്. അത് നമുക്ക് പഠിച്ചുണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലപ്പോൾ ഒരു രാഗം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീഡ് വരിക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് മ്യൂസിക്കൽ ഫ്രേസസ് ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോളേജ് പിടിച്ചുണ്ടാക്കാൻ പറ്റില്ല ഒരിക്കലും. ഉണ്ടാക്കിയാൽ അത് വളരെ വികൃതമായിരിക്കും. അപ്പോൾ അല്ലാതെ തന്നെ വരണം, അത് മുകളിൽ നിന്നുള്ള ആൾ തന്നെ തരണം എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. പിന്നെ നമുക്കത് പഠനം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു വീണക്കാരന് സരിഗമ പറഞ്ഞു കൊടുത്താൽ അവന് പെട്ടെന്ന് മനസ്സിലാവും, തബലക്കാരന് അതിൻ്റെ ബോൾ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും, മൃദംഗക്കാരൻ്റെ ജതി പറഞ്ഞു കൊടുക്കണം, സിത്താറുകാരന് ഹിന്ദുസ്ഥാനിയിൽ പറഞ്ഞു കൊടുക്കണം. അതിനുള്ളൊരു കപ്പാസിറ്റി മ്യൂസിക് ഡയറക്ടർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. എന്നല്ലാണ്ട് മ്യൂസിക് ക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇറ്റ്സ് ഗിവൺ ബൈ ഗോഡ് ഓൺലി എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ പൂനിലാ മഴ 10 മിനിറ്റ് കൊണ്ട് ചെയ്തെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ചിലപ്പോൾ ഏറ്റവും സ്പീഡിൽ എഴുതിയ പാട്ടായിരിക്കും. പക്ഷേ ഏറ്റവും നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അതായത് ആവശ്യത്തിനുള്ള ഡെപ്തും ഉണ്ട്, എന്നാൽ വളരെ ഇത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. അവണി പൊന്നുഞ്ഞാൽ അടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ടില്ല, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആരും ചോദിക്കില്ല. അപ്പം തന്നെ ഒരു പിക്ചറായി കഴിഞ്ഞ് അങ്ങനെ എഴുതിയ ഒരു പാട്ടാണ്. അതപ്പം തന്നെ പുള്ളി അപ്പുറത്ത് ഇങ്ങനെ മുറിയിൽ ഇരുന്നിട്ട് എഴുതിയിട്ട് നേരെ വേണി ഇഗ്നേഴ്സ് ഇതൊന്ന് പാടി നോക്കി ചെയ്യുമ്പോഴത്തേക്കും അത് പക്ക ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം ഒരു ഉള്ളിലൊരു പാട്ടുകാരനും ഒരു സംഗീത സംവിധാനം കൂടിയാണ്. എൻ്റെ പേരാണ് ഈ കൈതപ്പുറം, പിന്നെ മ്യൂസീഷ്യനും കൂടിയാണ് ഗിരീഷ്. ഇപ്പോഴത്തെ ആൾക്കാരും എല്ലാവരും നമ്മളൊരു ട്യൂൺ കൊടുത്താൽ അച്ചിട്ട പോലെ എഴുതരും, ഒരു വാക്ക് പോലും അങ്ങനെ മാറ്റേണ്ടി വരില്ല. അതാണ് നമ്മളുടെ സമ്പത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു പറയാം. അപ്പോൾ നമുക്ക് ആവണി പൊന്നുഞ്ഞാൽ പാടാം. ആവണി പൊന്നുഞ്ഞാലടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ, പാതിര മുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ, മച്ചകവാതിലും താനേ തുറന്നു പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീയൻ പൂത്തുമ്പിയ, ആവണി പൊന്നുഞ്ഞാലടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. MG ശ്രീകുമാറിനും വലിയൊരു ബ്രേക്ക് കിട്ടിയൊരു പാട്ടാണ് എന്ന് പറയാം. തേന്മാവൻകൊമ്പത്തൊക്കെ പോലെ ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞൊരു ഫോക്ക് കളറിലുള്ള എന്നാൽ നിങ്ങളുടേതായിട്ടുള്ളൊരു ടച്ചും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാ നാടൻ പാട്ട് കേരളത്തിൽ കേട്ടേക്കണ പാട്ടൊന്നും എടുത്തു വെക്കണ്ട, എന്തെങ്കിലും ഒരു പുതുമയുള്ള എന്നാൽ ഒരു നാടൻ പാട്ടായിരിക്കണം. അതിൻ്റെ സിറ്റുവേഷൻ ഇതാണ്, നമ്മൾ കാണുന്ന സിറ്റുവേഷൻ തന്നെ. അങ്ങനെ പറഞ്ഞു. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഇതിലൊരു പോർഷൻ നമ്മുടെ കലാഭവൻ മണി പാടണം. എൻ്റെ പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ കലാഭവൻ മണിക്ക് ഹാർമോണിയത്തിൻ്റെ അങ്ങേ അറ്റത്തെ കട്ട വരെ പോകും. അപ്പോൾ അതുവരെ കട്ട പോണ വിധത്തിലുള്ളൊരു കമ്പോസിങ് ആയിരിക്കണം കലാഭവൻ മണിയുടെ പോർഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളിതുവരെ കലാഭവൻ മണിയുടെ പാട്ട് കേട്ടിട്ടില്ല, അതിൻ്റെ പിച്ച് എന്നറിയാൻ പാടില്ല. ഇന്നത്തെ പോലെ എന്നാൽ പാട്ടുന്ന ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം എന്നാൽ കലാഭവൻ മണി പാടിയേക്കണ ഏതെങ്കിലും ഒരു പാട്ട് അയച്ചാന്ന് പറയാറ്. അതൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഭയങ്കര ടോപ്പിൽ ഹാർമോണിയത്തിൻ്റെ അങ്ങേറ്റത്തെ കട്ട വരെ പോയിക്കോന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ അങ്ങേറ്റത്തെ കട്ട വരെ ഇങ്ങനെ വെച്ച് എന്നിട്ട് MG ശ്രീകുമാറിനെ കൊണ്ട് ബാക്കിയുള്ള പോർഷനൊക്കെ പാടി. കലാഭവൻ മണിയുടെ പോർഷൻ കൊച്ചിയിൽ പാടാൻ വേണ്ടി കലാഭവൻ മണി വന്നപ്പോൾ പാട്ട് കേൾപ്പിച്ചപ്പോൾ എൻ്റെ പേണിച്ചേട്ടാ ഇതെന്നെ കൊണ്ട് പറ്റൂല, എന്തു പറ്റി എന്ന് പറഞ്ഞു. ഇത്രയും ടോപ്പൊന്നും എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ്, എൻ്റെ റേഞ്ച് വേറെയാണ് എന്ന് പറഞ്ഞ്, കേൾക്കുമ്പോൾ ടോപ്പാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മളെല്ലാം ആയിപ്പോയി, ഇനി മാറ്റാനും പറ്റില്ല. പക്ഷേ അദ്ദേഹം അത് മാരിച്ച് പാടി അസലായിട്ട് പാടി. ആ കലയോടുള്ള കമ്മിറ്റ്മെൻറ്റാണത്.
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സല്യൂട്ട് അടിച്ചു പോയി കലാഭവൻ മണിയെ. പക്ഷേ ആ എളിമയുണ്ട്, അതുകൊണ്ടാണ് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പോഴും എപ്പോൾ കണ്ടാലും അവസാനം വരെ പുള്ളിക്കാരൻ പറഞ്ഞു എന്നെ കൊണ്ട് തെങ്ങ കയറ്റിയ ആളാണ് എന്നൊക്കെ പറയും, മേടിച്ചേട്ടാന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ പാട്ട് പിക്ചറൈസ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട്. എന്നാൽ നല്ല കയ്യടി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. ഈ പ്രത്യേകിച്ച് എൻ്റെ വായ്ത്താരികളൊക്കെ വരുമ്പോഴത്തേക്കും തിയേറ്ററിന് കൂടെ നല്ല കയ്യടിയും ഇളക്കമായിരുന്നു. ഓക്കെ, അത് നമുക്ക് പാടാം. ടോപ്പാണ് കലാഭവൻ മണിയുടെ പോർഷൻ. കാക്കാലൻ കുരുവി പെണ്ണേ പാടാൻ നീ വായോ, പൂക്കാരി പുതിയടത്തി കൂടാൻ നീ വായോ, അമ്പോറ്റി ചെമ്പോത്ത് കൊടിയേറ്റും മുടിയേറ്റും കണ്ടേ, അത്താഴോ മുത്താഴോ അടിക്കാനും തളിക്കാനും വേണ്ടേ, കുട്ട്യാനത്തമ്പ്രാനും കുഞ്ഞേലിക്കുറുമ്പിക്കും പത്തായം നിറയുമ്പം പാട്ട്, കുട്ട്യാനത്തമ്പ്രാനും കുഞ്ഞേലിക്കുറുമ്പിക്കും പത്തായം നിറയുമ്പം പാട്ടും കൂട്ടും, ഡിങ്കട്ടിക്ക 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 ടടടട ഡിങ്കട്ടിക്ക 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 ടടടട, അമ്പോറ്റി ചെമ്പോറ്റി കൊടിയേറ്റും മുടിയേറ്റം കണ്ടേ. മറ്റൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ കിട്ടിയപ്പോൾ ഞാനും ചേട്ടനോട് പറഞ്ഞു, നമ്മൾ ഇതുവരെ അങ്ങനെ അധികം കൈവെക്കാത്ത ഒരു രാഗത്തിൽ ചെയ്യാം, ധർമ്മവതി രാഗം. നല്ലൊരു സുഖമുള്ള രാഗമാണ്. നല്ലൊരു റൊമാൻറ്റിക് സോങ്. ദാസേട്ടനും ചിത്രയാണ് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പടത്തിൽ മറ്റൊരു ഗാനരചയിതാവ് വന്നത് ഈ പടത്തിൽ ഈ പാട്ടിലൂടെയാണ്. പന്തളം സുധാകരൻ, മന്ത്രി, പഴയ മന്ത്രി. എന്റെ മൗനരാഗമിന്ന് നീ അറിഞ്ഞുവോ, തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി, എന്റെ മോഹജാലകങ്ങൾ നീ തുറന്നുവോ, ഉണർന്നുവോ പാതിരാക്കിളി, നിറമേഴും പിരിയുമ്പോ കണിയായണിഞ്ഞൊരുങ്ങി വന്ന പൊൻതിടമ്പുമീ, എന്റെ മൗനരാഗമെന്ന് നീ അറിഞ്ഞുവോ, തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി. ഡയറക്ടർ അലി അക്ബർ, അദ്ദേഹം കാരണമാണ് ഞങ്ങൾ മദ്രാസിൽ നിന്ന് കൊച്ചിയിലേക്ക് സിനിമ പറിച്ചു നട്ടതെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും അന്നത്തെ ഒരു ധൈര്യമുള്ളൊരു കാൽവെപ്പ് ഇവിടം വരെ എത്തി എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് കൂടി ഒരുപാട് പടങ്ങൾ അദ്ദേഹം ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതിലൊരു പടമാണ് ഗ്രാമപഞ്ചായത്ത്, കൊച്ചിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോഴാണ് അലി അക്ബറിനെ പറ്റിയൊരു കാര്യം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ അളിയൻ വഴിയോ എന്തോ കുവൈറ്റിൽ ഒരു പടം ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ കുവൈറ്റുകാർക്ക് ഇതുവരെ സ്വന്തമായിട്ടുള്ളൊരു സിനിമ ഇല്ല. അവർ ഈജിപ്തിൽ നിന്ന് ആണ് സിനിമ വരുത്തണത്. അപ്പോൾ അതിന് കുവൈറ്റ് രാജ്യത്തിന് ഇതുവരെ ഒരു പടം ഇല്ല. ഇപ്പോൾ ഉണ്ടാകുന്ന എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കാം. അന്ന് ഞങ്ങളെ വേപ്പിക്കുമ്പോൾ ആ പടമില്ല. അപ്പം നമ്മളുടെ പടമായിരിക്കും ആദ്യത്തെ കുവൈറ്റ് രാജ്യത്തിൻ്റെ ഒരു സ്വന്തമായ പടം എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഞങ്ങളെ വന്ന്. അദ്ദേഹം ഉണ്ടായിരുന്ന അതിൻ്റെ ഭാര്യയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്ത് ഒരു 2 മാസത്തേക്ക് മലയാളം പടമൊന്നും ഏറ്റെടുത്തുമില്ല, അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റും ഏറ്റെടുത്തില്ല. കംപ്ലീറ്റ് കേൾക്കുന്നത് മുഴുവൻ അറബി പാട്ടുകൾ തന്നെ, അറബി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ തന്നെ കേട്ട് മനസ്സ് മുഴുവൻ അറബിയിലായി. എന്നിട്ട് അതിലൊരു 6 പാട്ടിൻ്റെ ട്യൂൺ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. ഇവിടെ ഇരുന്നിട്ട് ചെയ്യാവുന്ന ലൈവ് ഓർക്കസ്ട്ര എല്ലാം ചെയ്തു. ഗംഭീര പാട്ടുകളാണെന്നാണ് എല്ലാവരും കേട്ടവരൊക്കെ പറഞ്ഞത്. പക്ഷേ അതിന് പാട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ട്യൂൺ മാത്രമേ ഉള്ളൂ. ലാലാലാ മൂളിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് പാട്ട് എഴുതേണ്ട അറബി വാക്കുകൾ എഴുതേണ്ടത് കുവൈറ്റിലെ മിനിസ്റ്ററാണ്. അപ്പോൾ കുവൈറ്റിലെ മിനിസ്റ്ററും ഇതിൻ്റെ അകത്തൊരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു പ്രൊഡ്യൂസറാണ് അലി അക്ബറിൻ്റെ അളിയൻ, കുവൈറ്റിലുള്ള ആൾ. ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹം വളരെയധികം എന്നെ സൽക്കരിക്കാറുണ്ട്. അങ്ങനെ പടം വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോയി. പിന്നെ ബാക്കിയുള്ള വർക്ക് മുഴുവൻ കുവൈറ്റിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കൂടി അന്നു മുതലേ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള അശ്വിൻ എന്ന് പറഞ്ഞ കീബോർഡ് റിതം പ്രോഗ്രാമറും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് കുവൈറ്റിൽ പോകാനുള്ള തയ്യാറെടുപ്പായി. അവിടെ ഇരുന്നിട്ട് നമ്മൾ ട്യൂൺ പറഞ്ഞു കൊടുത്തിട്ട് അതിന് പറ്റിയ അറബി വാക്കുകൾ കിട്ടണം. ബാക്കിയുള്ള വർക്കുകൾ അറബി ഗായകരെ കൊണ്ട് തന്നെ പാടിക്കണം. അതിന് മിക്സിങ് നമുക്ക് എവിടെ ആണെങ്കിലും ആകാം. ഇത്രയൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മളുടെ കാലക്കേടെന്ന് പറയാം, മിനിസ്റ്ററും അളിയനുമായിട്ടൊക്കെ എന്തോ ഒരു ചെറിയൊരു മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു
രസക്കുറവ് എന്തൊക്കെയോ ഉണ്ടായി. അങ്ങനെ ആ പടം അവിടെ വെച്ച് നിന്നുപോയി. ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയൊരു ചാൻസായിരുന്നു അറബി. ആ ഒരു കുവൈറ്റിൽ നിന്നൊരു പടം ഇറങ്ങി അത് വിജയിച്ചാൽ നമുക്ക് അടുത്ത രാജ്യത്തേക്കും പോകാമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾക്ക് ഇതാണല്ലോ നമ്മളുടെ വിധി, കേരളം, മലയാളം അതൊക്കെ തന്നെ. അതുകൊണ്ട് നമുക്കൊരു സങ്കടമൊന്നുമില്ല. പോയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിക്കാറേ ഇല്ല. കുറേ ഞങ്ങളങ്ങനെ പല ലാംഗ്വേജിന് വേണ്ടിയും തമിഴിന് വേണ്ടിയും ഒക്കെ കന്നഡയ്ക്ക് വേണ്ടിയൊക്കെ അങ്ങനെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി, അത്ര നമ്മൾ കരുതാനുള്ളത്. എല്ലാത്തിനും നന്ദി, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് അലി അക്ബർ സംവിധാനം ചെയ്ത് പ്രഭാവർമ്മ, നമ്മൾ ആരാണെന്ന് പറയേണ്ടതില്ല, പ്രശസ്ത കവിയും ഒരുപാട് അവാർഡുകളുമായിരിക്കും ഇവിടെ. ഈ അടുത്ത് വരെ വലിയൊരു അവാർഡ് കിട്ടി, നാഷണൽ അവാർഡാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ പ്രഭാവർമ്മ അന്ന് അദ്ദേഹം നായനാർ മന്ത്രിസഭയിൽ നായനാറുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു. നായനാറുടെ തൊട്ടടുത്ത ഒരു മുറിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്നിട്ട് പറഞ്ഞു നമുക്കൊരു സിനിമ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ടെലിഫിലിമും സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരിചയത്തിൻ്റെ പുറത്താണ് വന്നു. ഞങ്ങളൊരു ഹോട്ടലിലിരുന്നു, ട്യൂൺ കൊടുത്തു. അദ്ദേഹം ഉടനെ തന്നെ അത് എഴുതി. അങ്ങനെ എം ജി ശ്രീകുമാർ പാടി. അപ്പോൾ അങ്ങനെ ആ പാട്ട് വളരെ നന്നായി വന്നു. അപ്പോൾ അതും ഞങ്ങൾക്കും ഈ നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി സിറ്റുവേഷനാണ്, തുടക്കം തന്നെയുള്ളൊരു അടിപൊളി സിറ്റുവേഷൻ. അപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ടക്കടക്കടക്കടാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയാലും അത് ഓക്കെയാണ്. പക്ഷേ നമുക്ക് ഒരു നിർബന്ധം ഇതും ഒരു രാഗത്തിലാക്കാം. അങ്ങനെയാണ് അന്ന് നമുക്ക് രാഗം ആഭോഗി എന്ന് പറഞ്ഞാൽ മാമാങ്കമാണ്. അതൊരു സെമി ക്ലാസിക്കൽ ടൈപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഫോക്ക് ടൈപ്പ് ആക്കാം എന്ന് പറഞ്ഞിട്ടാണ്. കണ്ടാട്ടെ ഹിമഗിരി നിരകളിൽ ഉദയരഥം വരവാ, കണ്ടാട്ടെ ഹിമഗിരി നിരകളിൽ ഉദയരഥം വരവാ, നവസ്വർഗം തേടി വരവാ, ജയഗീതം പോലെ വരവാ, കണ്ടാട്ടെ ഹിമഗിരി നിരകളിൽ ഉദയരഥം വരവാ, ഹേ ഉദയരഥം വരവാ. പറയുമ്പോൾ ആഭോഗ്യമായി എല്ലാവർക്കും ഒന്ന് തുള്ളാനുള്ളൊരു വകുപ്പായി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഋതം എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഒരു ഹരം. പിന്നെ ഇതുപോലെ അങ്ങനെ 4-5 പാട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ തുടരെ അലി അക്ബർ, പ്രഭാവർമ്മ വർക്കുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കസ്ട്രയൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മധ്യമാവധി രാഗത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആളെ പിടിക്കാൻ പറ്റിയൊരു രാഗമാണല്ലോ മധ്യമാവധി. ഒഴുകി വരും പാട്ടുകൾ അങ്ങനെ. അപ്പോൾ അങ്ങനെ ആ രാഗത്തിൽ ഒരു അടിപൊളി സംഭവം ചെയ്തിട്ട് ദാസേട്ടനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി കൊച്ചിയിൽ തന്നെ അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം ദാസേട്ടൻ വരുമ്പോഴത്തേക്കും അന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് മേടിച്ച ഒരു ഫോക്കസ് റൈറ്റ് അങ്ങനെ എന്തൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് ആദ്യമായിട്ടായിരിക്കും പരീക്ഷിച്ച്. അങ്ങനെ ഫോക്കസ് റൈറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹം പോയി. പക്ഷേ മിക്സ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഒരു നോയ്സ് പോലത്തെ ഒരു സാധനം തന്നെ. ഇതെങ്ങനെ കളയും നോക്കിയിട്ട് കാര്യം ഒരു ഇവിടുത്തെ നടക്കില്ല. കുറേ നേരം കൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ കട്ട് ചെയ്ത് സംഭവം ആ നോയ്സ് പോയി. അപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദത്തിനൊരു മാറ്റം വന്നു. ഒറിജിനൽ ശബ്ദമല്ല,